ഈ വരുന്ന മെയ് മാസം എല്ലാത്തിനും തീരുമാനം ഉണ്ടാവും. ഇമാരോടൊക്കെ അടിച്ച് പുറത്താക്കും നാട്ടിലെ ജനങ്ങൾ. കടക്ക് പുറത്തുനിന്ന് അവർ ചൂണ്ടുവിരലും കൊണ്ട് രേഖപ്പെടുത്താൻ പോവുക. ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മൂന്നാറിലും അതുപോലെ മറ്റേ കുമരകത്തൊക്കെ പഞ്ചനക്ഷത്ര ബാർ ഹോട്ടലുകളിൽ റൂമെടുത്ത് കിടത്തിയ ആ വിശിഷ്ടാതിഥികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ ചോദിച്ചു, ആരൊക്കെയായിരുന്നു അവർ എന്ത് നിർദ്ദേശം നൽകി, എന്തായിരുന്നു ഈ 1000 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ, അതിൽ എത്രയൊക്കെ തുടങ്ങി, എന്താണ് ആ പരിപാടികൾ. ഇതുവരെ സുരേഷ് കുമാറിന് ഉത്തരവില്ല, ഈ സർക്കാരിന് ഉത്തരവില്ല. പക്ഷെ സുരേഷ് കുമാർ പറയുന്നുണ്ട് ആ വിശിഷ്ട അതിഥികളെ വഴിയാധാരാക്കാൻ പറ്റുമെന്ന്. യഥാർത്ഥത്തിൽ ചെരുപ്പില്ലാതെ നോമ്പെടുത്ത് വന്ന അയ്യപ്പ ഭക്തന്മാർ, യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാർ കല്ലും മുള്ളും ചവിട്ടി കാനനപാത താണ്ടി കുടിവെള്ളമില്ലാതെ മറ്റേ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ വഴിയിൽ കിടക്കുന്ന സമയത്താണ് എവിടെന്നോ വന്ന വിമാനത്തിന് വന്ന് ശീതീകരിച്ച റൂമിലിരുന്ന് ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിലിരുന്ന് ചെറുതടിച്ച് 5-8 ലക്ഷം രൂപയുടെ കാർ യാത്ര നടത്തി പഴയടത്തിൻ്റെ പായസവും കൂട്ടി മൃഷ്ടാംഗം തിന്നിട്ട് പോയവന്മാരെ വഴിയാധാരാക്കാൻ പറ്റില്ലെന്ന്. നിങ്ങളുടെ കരുതലേ പൗരപ്രമുഖന്മാരോടാണ്, പൗരന്മാരോടും സാധാരണക്കാരോടും അല്ല. അതാ പ്രശ്നം. നിങ്ങൾ അയ്യപ്പന്മാർക്ക് കുടിവെള്ളം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? നേരാമണ്ണം അവർക്ക് നല്ല കക്കൂസും കുളിമുറിയും കൊടുക്കാൻ പറ്റിയോ? നിങ്ങൾക്ക് അവർക്ക് വിരിച്ച് കിടക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഈ കൊള്ളയടിക്കാൻ മാത്രമാണ് പറ്റിയത്. ഇപ്പോഴും സുരേഷ് കുമാറിനെ പോലുള്ള ആളുകളുടെ വേവലാതി ആ വിദേശത്തുനിന്ന് വന്ന വിമാനയാത്ര നടത്തി വന്ന ആ വിശിഷ്ട അതിഥികളെ വഴിയാധാരാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വേവലാതിയാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നിഷ. കുറച്ച് ദിവസം മുമ്പ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ റൊട്ടിക്കഥ പറഞ്ഞ് നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തി. തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭയിലിരുന്ന ഒരു മന്ത്രി പറഞ്ഞു നെയ്മീൻ കഥ. അതോടുകൂടി റൊട്ടിക്കഥ ഏകദേശം അടപടലം തകർന്നു. അടുത്തത് ഇവർ കുറച്ചു കാലം മുമ്പ് പറഞ്ഞു നമ്മളൊക്കെ മുണ്ട് മുറുക്കി കൊടുക്കണം, കേരളം വലിയ പ്രതിസന്ധിയിലാണ്. തൊട്ടടുത്ത ദിവസം 1,10,00,000 പുതിയ വണ്ടി മേടിക്കാൻ മുഖ്യമന്ത്രിക്ക് അനുവദിച്ചു എന്നാ പറയാ. മുഖ്യമന്ത്രിയുടെ വണ്ടി പ്രേമത്തിനും നമ്മുടെ ഗതികേടാണ്. കുറേ കാലം മുമ്പ് ഒരു 1,05,00,000 ആഡംബര വാഹനം ഉണ്ടാക്കി നവകേരള സൃഷ്ടി നടത്തി. നവകേരള സൃഷ്ടി പൂർത്തിയായപ്പോൾ അത് മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെച്ചേക്കാണ്. കോടിക്കണക്കിന് രൂപ ആളുകൾ സന്ദർശിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്ത വണ്ടി കാണാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സന്ദർശിച്ച് കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതുപോലെയുള്ള ശുദ്ധ തെമ്മാടിത്തരം എന്ന് പറയണം. പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കാരുണ്യ ചികിത്സാ പദ്ധതിയും കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയും നിഷേധിക്കപ്പെടുന്ന സമയത്ത് പെൻഷൻ പോലും നേരാമണ്ണം കൊടുക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഈ വക പണിയൊക്കെ ചെയ്യുന്നത്.